നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് HTML കളേഴ്സാണ്. സോ നമുക്ക് വിവിധ രീതിയിൽ നമുക്ക് HTMLൽ കളർ അപ്ലൈ ചെയ്യാം. സോ ഉദാഹരണമായി നമുക്ക് കളർ നെയിം കൊടുക്കാം. റെഡ്, ടൊമാറ്റോ, ഗോൾഡ്, ഗ്രീൻ, ബ്ലൂ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ. അതുപോലെ നമുക്ക് RGB എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. RGBയിൽ നമുക്കിതുപോലെ RGB വാല്യൂ കൊടുക്കാം. ഇതിൽ നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. സോ ഇതുപോലെ നമ്മൾ എഴുതുന്നത് പോലെ RGB എന്ന് എഴുതിയ ശേഷം ബ്രാക്കറ്റിനുള്ളിൽ റെഡിൻ്റെ വാല്യൂ, അതുപോലെ ഗ്രീൻ വാല്യൂ, അതുപോലെ ബ്ലൂ വാല്യൂ കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെക്സ് വാല്യൂ ആണ്. സോ ഹെക്സാഡെസിമൽ വാല്യൂ. സോ നമ്മളത് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും. നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഹെക്സാഡെസിമൽ വാല്യൂ നമുക്ക് ലഭ്യമാവുന്നതായിരിക്കും. പിന്നെ വരുന്നത് HSL ആണ്, ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ്നസ് വാല്യൂ. സോ അത് നമ്മൾ കൊടുക്കുന്നത് HSL എന്നതുപോലെ എഴുതിയ ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഹ്യൂയുടെ വാല്യൂ, അതുപോലെ സാച്ചുറേഷൻ പെർസെൻറ്റേജ്, ലൈറ്റ്നസ് പെർസെൻറ്റേജ് കൊടുക്കുന്നു. പിന്നെ വരുന്നത് RGBA അതുപോലെ HSLA ആണ്. RGBA എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ A എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൽഫ ചാനൽ, അതായത് നമ്മുടെ കളറിൻ്റെ ട്രാൻസ്പറൻസി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ RGB വാല്യൂ എല്ലാം കൊടുത്ത ശേഷം നമ്മൾ അവസാനമായി ഇപ്പോൾ നമുക്ക് 50% ആണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ 0.5 എന്ന് കൊടുക്കുക, 40 ആണെങ്കിൽ 0.4 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെയാണ് HSLAയും. HSL വിത്ത് ആൽഫ ചാനലാണ്. നമ്മൾ HSLA എന്ന് എഴുതിയ ശേഷം HSL വാല്യൂ കൊടുത്ത ശേഷം നമ്മൾ അവസാനമായി ട്രാൻസ്പറൻസിയുടെ വാല്യൂ കൊടുക്കുന്നു. 0.5 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 50% ആണ്. സോ നമ്മളത് കുറയുന്നതിനനുസരിച്ച് ട്രാൻസ്പറൻസി കൂടുകയും കൂട്ടുന്നതിനനുസരിച്ച് ട്രാൻസ്പറൻസി കുറയുകയും ചെയ്യുന്നു. സോ ഇതാണ് പ്രധാനപ്പെട്ട കളേഴ്സ്. നമുക്ക് ഓരോന്നും ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യമായി കളർ നെയിം നോക്കാം. കളർ നെയിം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് കളർ നെയിം HTML സപ്പോർട്ട് ചെയ്യുന്ന കളർ നെയിം മുഴുവൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ HTML കളർ നെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അതിലേതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് HTML സപ്പോർട്ട് ചെയ്യുന്ന കളർ നെയിംസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വെബ് പേജാണ് ഓപ്പൺ ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് കളർ നെയിംസ്. സോ ഞാനിവിടെ ഈ ബ്ലൂ വയലറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഞാൻ ഈ ഒരു H1ന് ഞാൻ ബ്ലൂ വയലറ്റ് എന്ന് പറയുന്ന ഒരു കളർ കൊടുക്കുന്നു. സോ ഞാനിവിടെ കളർ ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ അതിൻ്റെ വാല്യൂ ബ്ലൂ വയലറ്റ് എന്ന് കൊടുക്കുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം ബ്ലൂ വയലറ്റ്. ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഹെഡിങ്ങിന് ബ്ലൂ വയലറ്റ് എന്ന് പറയുന്ന കളർ ലഭിക്കുന്നു ഇതുപോലെ. സോ അതുപോലെ മറ്റു കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കാവുന്നതാണ്. ബ്രൗൺ, സിയാൻ, ഡാർക്ക് സിയാൻ, അങ്ങനെ ഒരുപാട് കളർ നെയിമുണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് കളർ നെയിമാണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഗ്രീൻ കളർ വേണമെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഗ്രീൻ എന്ന് എൻ്റർ ചെയ്യുക. സോ ഞാനിവിടെ ഗ്രീൻ എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൻ്റെ ഹെഡിങ് നമുക്ക് ഗ്രീനായി ലഭിക്കുന്നു. ഇത് അങ്ങനെയാണ് നമ്മൾ കളർ നെയിം ഉപയോഗിച്ച് കളർ കൊടുക്കുന്നത്. അടുത്തത് RGB വാല്യൂ ആണ്. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈസിയായി പെട്ടെന്ന് ചെയ്യേണ്ടത്, നമ്മൾ ഗൂഗിൾ വന്ന ശേഷം HTML കളർ പിക്കർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കളർ പിക്കർ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണമായി ഞാനിവിടെ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്യുന്നു. സോ ഈ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കളർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് താഴെ നിങ്ങൾക്ക് ഓരോ വാല്യൂ മാറുന്നതായി കാണാൻ കഴിയും. നമ്മളിപ്പോൾ RGB വാല്യൂ ആണ് നോക്കുന്നത്. സോ നമുക്കിവിടെ RGB, ഈ ഒരു കളറിൻ്റെ RGB വാല്യൂ ഇവിടെ കാണാൻ കഴിയും. സോ ഞാനത് കോപ്പി ചെയ്യുന്നു. ശേഷം ഞാൻ കളർ എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം കളർ RGB എന്ന് ഇതുപോലെ കൊടുക്കുന്നു. ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ കോപ്പി ചെയ്ത ഒരു വാല്യൂ പേസ്റ്റ് ചെയ്യുന്നു. സോ വാല്യൂ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ഒരു കളർ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ സെലക്ട് ചെയ്ത അതേ ഒരു കളർ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കളർ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് RGB വാല്യൂ കൊടുക്കാം. അതുപോലെയാണ് HSL വാല്യൂ. സോ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഈ കളർ പിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ HSL വാല്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. HSL വാല്യൂ. സോ ഞാനിവിടെ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. സോ ഈ ഒരു കളറിൻ്റെ HSL വാല്യൂ ആണ് ഈ കാണുന്നത്. സോ ഞാനത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ഞാൻ HSL ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഈ വാല്യൂ കൊടുക്കുന്നു. സോ നമ്മൾ ആദ്യത്തെ ഹ്യൂയുടെ വാല്യൂ നമ്മൾ ഡിഗ്രി പാടില്ല, ഡിഗ്രി എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. സോ ഹ്യൂ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ്നസ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ കളർ നമ്മളിവിടെ സെലക്ട് ചെയ്ത അതേ കളർ തന്നെ നമുക്ക് ലഭിക്കുന്നു. ശേഷം നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് നമ്മുടെ വെബ് പേജിൽ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് HSL വാല്യൂ കളർ കൊടുക്കാം. പിന്നെ വരുന്നത് ഹെക്സ് ആണ്, ഹെക്സാഡെസിമൽ വാല്യൂ. അത് നിങ്ങൾക്കിവിടെ നമ്മൾ കളർ പിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ കഴിയും ഹെക്സ് വാല്യൂ. സോ ഉദാഹരണമായി ഞാനിവിടെ ഈ ഒരു കളർ ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. സോ അതിൻ്റെ ഹെക്സ് വാല്യൂ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ നമ്മളത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഞാനിത് വാല്യൂ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ശേഷം എക്സ് വാല്യൂ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ കോഡ് കോപ്പി ചെയ്ത എക്സ് കോഡ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു.
സോ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ ഇവിടെ ലഭിക്കുന്നു. സോ നമ്മളിവിടെ സെലക്ട് ചെയ്ത അതേ ഒരു കളർ നമുക്ക് ആ ഒരു കോഡ് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ആ കളർ ലഭിക്കുന്നു. ശേഷം നമ്മൾ നമ്മുടെ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത കളർ നമുക്കിവിടെ ലഭിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് RGB അതുപോലെ HSLA ആണ്. RGB നമ്മൾ എഴുതുന്നത് RGB എന്ന് എഴുതിയ ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഇതുപോലെ RGB വാല്യൂ കൊടുത്ത ശേഷം നമ്മൾ ആൽഫ ചാനൽ കൊടുക്കുന്നു, നമ്മുടെ ട്രാൻസ്പെറൻസി വാല്യൂ കൊടുക്കുന്നു. അതുപോലെ HSL വാല്യൂ കൊടുത്ത ശേഷം നമ്മൾ ട്രാൻസ്പെറൻസി വാല്യൂ കൊടുക്കുന്നു. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. സോ ഈ ഒരു കളർ കൊടുക്കുന്നു. സോ അതിൻ്റെ RGB വാല്യൂ ഞാൻ കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മൾ നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ RGBA എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ബ്രാക്കറ്റിൽ നമ്മൾ RGB വാല്യൂ കൊടുക്കുന്നു. RGB വാല്യൂ കൊടുത്ത ശേഷം ഞാനൊരു 0.50% ട്രാൻസ്പെറൻസി കൊടുക്കുന്നു. ശേഷം നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ RGBA വാല്യൂ നമുക്കിവിടെ ലഭിക്കുന്നു. സോ ഞാൻ ഈ ട്രാൻസ്പെറൻസി പെർസെൻറ്റേജ് 0.9 ആക്കി സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ കളർ ഒന്ന് കൂടിയതായി നിങ്ങൾ കാണാം. അതുപോലെ 0.1 ആക്കുകയാണെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ട്രാൻസ്പെറൻസി റേറ്റ് കൂടിയത് കൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് അവസാനത്തെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ട്രാൻസ്പെറൻസിയുടെ ആ വാല്യൂ നമുക്ക് റേറ്റും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് RGBA. ഇതുപോലെയാണ് HSLA. സോ HSLA നമ്മൾ ചെയ്യുന്നത് HSLA എന്ന് സെലക്ട് ചെയ്ത ശേഷം നമ്മളിവിടെ നിന്ന് ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഉദാഹരണമായി ഞാൻ ഈ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ HSL വാല്യൂ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ കോമ കൊടുത്ത ശേഷം ഞാൻ ആൽഫ ചാനൽ വാല്യൂ കൊടുക്കുന്നു, 0.3 കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 0.3 ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്പെറൻസി കൂടിയ രീതിയിലാണ് നമുക്ക് ലഭിച്ചത്. സോ നമുക്ക് അത് ട്രാൻസ്പെറൻസി റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി കുറക്കണമെങ്കിൽ നമുക്കിവിടെ വാല്യൂ കൂട്ടി കൊടുക്കണം. ഞാൻ 0.7 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ആ കളറിൻ്റെ ഒരു ഡെൻസിറ്റി കൂടിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്ക് HSLA വാല്യൂ ഉപയോഗിക്കാം. സോ നമ്മൾ ആദ്യമായി ബാക്ക്ഗ്രൗണ്ട് കളർ HSLA കൊടുത്തു. അതിനുശേഷം H1 നമ്മളൊരു കളർ നെയിം കൊടുക്കുന്നു, ഒരു ടൊമാറ്റോ എന്നുള്ളൊരു കളർ നെയിം കൊടുക്കുന്നു. അതുപോലെ H1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ RGBA കൊടുക്കുന്നു. RGB നമ്മളൊരു ഏകദേശം ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വാല്യൂ പേസ്റ്റ് ചെയ്യുന്നു. അവസാനമായി RGBA ആൽഫ ചാനൽ 0.7% കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും നമ്മുടെ H1 കളർ. അതിന് ശേഷം H1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുത്തു. നമുക്കൊരു 0.3 കൊടുത്ത് നോക്കാം. വളരെ ലേറ്റ് ആയിരിക്കും. സോ നമുക്കൊരു 0.8 കൊടുക്കാം. സോ നമ്മൾ അതിൻ്റെ കളർ കൊടുത്തു, HSLA കൊടുത്തു, കളർ നെയിം കൊടുത്തു, RGBA കൊടുത്തു. ഇനി നമുക്ക് പാരഗ്രാഫ് എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് RGB നമ്മളൊരു കളർ വെറും RGB കളർ കൊടുക്കാം. സോ ഞാനിവിടെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നു. സോ RGB കളർ ഞാൻ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ കൊടുത്തു. ഇപ്പോൾ നമ്മൾ HSLA കൊടുത്തു, RGBA കൊടുത്തു, കളർ നെയിം കൊടുത്തു, RGB കൊടുത്തു. ഇനി നമുക്ക് HSL വാല്യൂ കൂടി കൊടുക്കാം. ഇവിടെ ടെക്സ്റ്റ് കളർ നമ്മൾ HSL വാല്യൂ HSL വാല്യൂ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഒരു ഡാർക്ക് ബ്ലൂ കൊടുക്കാം. നമുക്ക് HSL വാല്യൂ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ഞാൻ ഇതിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് കളർ മാറിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇനി അതുപോലെ നമുക്കൊരു ഹെക്സ് വാല്യൂ കൂടി കൊടുക്കാം. അതിന് ഞാനൊരു H2 എലമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. H2 ലേൺ ജാവാസ്ക്രിപ്റ്റ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇവിടെ വരുന്നു. സോ ഞാനിവിടെ H2ൻ്റെ കളർ നമുക്ക് ഇപ്പോൾ നമ്മൾ കളർ നെയിം കൊടുത്തു,
കളർ HSL കൊടുത്തു, RGB കൊടുത്തു, RGB കൊടുത്തു, HSL കൊടുത്തു. നമുക്ക് എക്സ് വാല്യൂ കൊടുക്കാം. സോ ഞാൻ കളർ എക്സ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ് റെഡ് കൊടുക്കാം. ഈ ഒരു ലൈറ്റ് റെഡ് കളറാണ്. സോ ഞാനിവിടെ എക്സ് വാല്യൂ കോപ്പി ചെയ്യുന്നു. എക്സ് വാല്യൂ കോപ്പി ചെയ്ത് ഞാൻ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. ലേൺ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് റെഡ് കളർ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പാലറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു കളറിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കളർ നമുക്ക് അവിടെ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് വിവിധ തരത്തിൽ നമുക്ക് കളേഴ്സ് നമുക്ക് HTML ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് കളർ നെയിം ഉപയോഗിക്കാം, അതുപോലെ RGB കളർ ഉപയോഗിക്കാം, എക്സ് കളർ ഉപയോഗിക്കാം, HSL ഉപയോഗിക്കാം, RGB ഉപയോഗിക്കാം, അതുപോലെ HSL ഉപയോഗിക്കാം.